ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റുള്ള മങ്കടമീൻ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1 കിലോ മീനാണ് വാങ്ങിച്ചിട്ടുള്ളത്. വെട്ടിയെടുക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്, തൊലിക്ക് നല്ല കട്ടിയായതുകൊണ്ട്. 2 സൈഡും ഇതുപോലെ മുറിക്കണം, എന്നാലേ നമുക്ക് ഈ കട്ടിയുള്ള തൊലി ഉരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന് വലിച്ചെടുത്താൽ മതി, വലിയ പ്രയാസമൊന്നുമില്ല. ഇതിപ്പോൾ എളുപ്പമായി. ബാക്കിയുള്ള മീൻ ഇതുപോലെ വൃത്തിയാക്കി എടുക്കാം. തോല് ഉരിച്ചതായതുകൊണ്ട് ഇതിൽ ഉപ്പിട്ട് കഴിയേണ്ട ആവശ്യമില്ല, നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. ഇനി ഇത് വറക്കുന്നതിന് വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ മുറിച്ചെടുക്കാം. ഇത് കുറച്ച് വലിയ മീനായതുകൊണ്ട് 3 കഷ്ണങ്ങളായിട്ടാണ് ഞാൻ മുറിക്കുന്നത്. മുറിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെയും കൂടെ ഒന്ന് വരഞ്ഞ് വയ്ക്കുമ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ആദ്യമേ നമ്മൾ വരഞ്ഞിട്ട് മുറിക്കുകയാണെങ്കിൽ മീൻ ചിലപ്പോൾ ഉടഞ്ഞു പോകും. വറക്കുന്നതിന് കുറച്ച് മസാലകളെ ചേർക്കുന്നുള്ളൂ. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഉപ്പുപൊടി 1 ടീസ്പൂൺ, ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസും കൂടെ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. ഒരുവിധം കട്ടി വേണം, തീരെ അങ്ങ് ലൂസായി പോവരുത്. കുറേശ്ശെ മീൻ എടുത്തിട്ട് ഇത് വെച്ച് തന്നെ പുരട്ടി വയ്ക്കാം. എല്ലാ ഭാഗത്തും നല്ലപോലെ പിടിക്കണം, അങ്ങനെ വേണം തേച്ച് വയ്ക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് 20 മിനിറ്റ് നമുക്കിത് അടച്ച് വയ്ക്കണം. ഇത് മുറിക്കാതെ അങ്ങനെ തന്നെ വരഞ്ഞ് വെച്ചിട്ട് മസാലയൊക്കെ പുരട്ടി വറുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. എങ്ങനെ വറുത്താലും കഴിക്കാൻ നന്നായിട്ടുണ്ടാവും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്, ഡീപ് ഫ്രൈ അല്ല. വെളിച്ചെണ്ണ വറക്കുന്നതിനാണ് നല്ല ടേസ്റ്റ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായപ്പോഴാണ് മീൻ വെച്ചത്. ഇനിയിപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കണം. അതിന് ശേഷം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ വേണം തിരിച്ചിടേണ്ടുന്നത്. ഇതുപോലെ ആയി കഴിയുമ്പോൾ തിരിച്ചിടാം. തിരിച്ചിട്ട ശേഷം വീണ്ടും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 5 മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെക്കണം. വീണ്ടും അത് തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ ബ്രൗൺ കളറായി കഴിഞ്ഞിട്ട് സൈഡ് വശവും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇങ്ങനെ അടച്ച് വയ്ക്കുമ്പം നല്ലപോലെ വെന്ത് കിട്ടുകയും ചെയ്യും. ഇപ്പം നമ്മുടെ മീൻ നല്ലപോലെ വെന്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ വറക്കുമ്പോൾ പ്രത്യേക ഒരു മണമുണ്ട്, സ്വാദിൻ്റെ കാര്യം പറയുകയും വേണ്ട. ഈ മീൻ പ്രത്യേകിച്ച് നല്ല രുചിയുള്ളൊരു മീൻ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.